ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഇന്ത്യക്ക് ചെറുപ്പത്തില് ഒരു റമദാൻ മാസം വരികയാണെന്നുണ്ടെങ്കിൽ മൂല്യന്മാര് ഭയങ്കര പ്രഭാഷണത്തിന്റെ തിരക്കിലായിരിക്കും. എങ്ങനെ ആ ഒരു 30 ദിവസം എന്ന് പറഞ്ഞാൽ മൂല്യന്മാർ അത്രയും എന്താ പറയാ എല്ലാ ജില്ലകളിൽ പോയിട്ടും പിന്നെ അതേപോലെ തന്നെ എല്ലാ എവിടൊക്കെ ഒരു പ്രഭാഷണത്തിന്റെ ഒരു ഏരിയ ഉണ്ടോ അവിടെയൊക്കെ പോയിട്ട് അവര് പ്രസംഗിക്കും. കാര്യമായിട്ട് പ്രസംഗിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശൈത്താന്റെയും പിശാജിന്റെയും ഇബ്ലീസിന്റെ ഒന്നും ഇടയിൽ പെടരുതേ എന്നൊക്കെയാണ്. പക്ഷെ ഇപ്പൊ അവർക്ക് ആ പ്രസംഗത്തിന് വലിയ തിരക്കും തിക്കൊന്നുമില്ല. അതിന്റെ മെയിൻ റീസൺ എന്താ അറിയോ? ഈ ഇബ്ലീസും ശൈത്താനും തന്നെ പ്രസംഗത്തിന് ഇറങ്ങുക. കണ്ടിട്ടില്ലല്ലോ നിങ്ങളെ? അതൊന്ന് കണ്ടോ. അതിന് ആനക്കെവിടെ അവറത്ത്? അറാമ്പറപ്പൊക്കെ എല്ലാരും എന്നുള്ള ഒഴിവാക്കാണ്. എങ്ങനെയുണ്ട്? അയ്ജി കണ്ണാടിയിൽ നോക്കിയിട്ട് ഇജ്ജെന്നാണ് പറഞ്ഞാൽ മതി കേട്ടോ. നാട്ടിയരുത് കൂടെ. ഞാൻ എന്തിയാ പറഞ്ഞ നിങ്ങളോട്? ഇതാ പറയണത്, ശൈത്താൻ തന്നെ പ്രസംഗത്തിന് ഇറങ്ങിക്കാണ്. ഇതിനത്ര മൂന്നൊരു കാക്ക പറയണേ അതല്ല ഞാൻ പറുതിട്ടിട്ട് ഇറങ്ങിയെന്ന്. പിന്നെന്താ, ഇതോടുകൂടെ എല്ലാം കലാസ്. ഞാന് ഇതിന്റെ മുമ്പ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്താ അറിയോ? റമദാൻ മാസമാണ് വരുന്നത്. ഞാൻ ഒരു 15 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പൊ ഇറങ്ങും എന്താ പറയാ റമദാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള വയലും പ്രസംഗം കൊണ്ടൊക്കെ. അത് കഴിഞ്ഞ കൊല്ലം അമ്പലത്തിൽ കൂടെ ആയിരുന്നു. അന്നോ നന്നായിട്ട് ഏറിപ്പോയി. അപ്പൊ ഓൻ എന്ത് ചെയ്തു? ഇപ്രാവശ്യം പറുതിട്ടിട്ടുണ്ട് ഇറങ്ങി. അതാണ് ഈ മുതല്. തീർന്നിട്ടൊന്നുമില്ല, ഇനി ഒത്തും പ്രസംഗമൊക്കെ ഉണ്ട്. ഇതാ മാഷാ അല്ലാന്ന്. എന്താ ഓന് മക്കത്ത് പോയി കയബ കണ്ടിക്കണം. ഓന്റെ മാഷാന്നൊക്കെ പറയുന്നിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനായിട്ട് നടക്കുന്ന കുറച്ച് ടീമുണ്ട്. ഇവന്റെ വാലുമ്മ മൈക്കും കെട്ടിയും കൊണ്ട് ഓനൊക്കെ ഒരു ബിസ്മിന് ചെല്ലുമ്പോഴത്തിനുണ്ടല്ലോ സിറാത്ത് പാലം കടന്ന മാതിരിയാ ഓരോരുത്തരെ പൊലിവ്. ഇപ്പൊ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നുള്ളതൊക്കെ ഇവന്റെ അറിവോടെയാണ്. ഇവൻ പറയും അതുപോലെ ചെയ്യുക. അതാണ് നന്മ ക്ലാസ്. മനസ്സിലായോ? ഇതാ അതായത് ശൈത്താനെ ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു സൂറത്താണ് ഈ ഫാത്തിഹ എന്ന് കേട്ടിട്ടുണ്ട്. അതിപ്പോ ശൈത്താൻ തന്നെയാണ് ഓതി. എന്തെങ്കിലും ചെയ്യുന്നു അല്ലെ? ഇനി ഇതൊന്നുമല്ല കോമഡി വേറെയാണ്. എന്താ അറിയോ? ഇവൻ ഇതുമാതിരി പുറത്തു പോയിട്ട് റൂം എടുത്തു കുടുംബനും ആശി. അപ്പൊ അവിടുത്തെ ഒരു വെടങ്കറിനോട് പിടിച്ചൊരു ബംഗാളി ഉണ്ട് ഇത്രേ. ഹോട്ടലിൽ തന്നെ പണിയെടുക്കണേ. ഇവൻ എന്ത് ചെയ്തുക്കണു? ഇവൻ അങ്ങനെ പരദ്യൊക്കെ ഇട്ടിട്ടല്ലേ ചെന്നിക്കണത്, ഒരു പെട്ടിയും കടക്കൊക്കെ ആയിട്ട്. അപ്പോ ഏതോ ഫാമിലി ആരെങ്കിലും വന്നിക്ക് വെച്ചിട്ടേ ഇവൻ എന്ത് ചെയ്തു? ഒരു ഒളിക്യാമറയും വെച്ചിക്കണു. ബംഗാളിക്ക് അറിയില്ലല്ലോ ഒബ്ബപ്പെടുത്തൽ ഒടിങ്ങാരനാണെന്നുള്ളത്. ഇവ പരദ്യൊക്കെ ഇട്ടിട്ട് ചെന്നപ്പോ ആരായി വിചാരിച്ചിട്ടേ അങ്ങനെ ബംഗാളി വെച്ചിട്ട് എന്ത് ചെയ്തു? വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തു. അങ്ങനെ ബെഡ്റൂം വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ എന്ത് ചെയ്തു? ഓന്റെ റൂമിൽ കൊണ്ടുപോയിട്ട് ഓന്റെ തുണക്കാരന്മാരത്ത് അങ്ങോട്ട് നോക്കാം, ഞാനൊരു നല്ലൊരു വീഡിയോ പിടിച്ചിക്കണു, നമുക്ക് നോക്കാന്ന്. അപ്പൊ ആശി ഡ്രസ്സ് മാറ്റുന്ന വീഡിയോ പെട്ടിക്കണു. അപ്പൊ പറഞ്ഞേക്കണു ഇനി ഇതല്ല, ഇവന്റെ വൈഫ് വരാണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാന്ന്. അങ്ങനെ വൈഫ് ഡ്രസ്സ് അയക്കണ കാണാൻ വേണ്ടിയിട്ടാണ് ഇവര് നിക്കണത്. ഇത് എത്ര അടിച്ചു വിട്ടിട്ടും ഇതിൽ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, വൈഫില്ല. അപ്പോഴാണ് പിന്നെ പോയ കിളി വന്നിക്കണ ആർക്ക്? ബംഗാളിക്ക്. ഇത് മൂഞ്ചിക്കണു എന്നുള്ളത്. കാരണം രണ്ടും മാപ്പിളാർ തന്നെയാണ്. ഇതിലിപ്പോ ഒളി ക്യാമറ അല്ല, നാസയുടെ ക്യാമറ വെച്ച് കൊടുത്തിട്ട് അതിന് ഇവിടുന്ന് നോക്കി പെണ്ണിനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ബംഗാളിയും മൂഞ്ചി. ഇതാണ് അവസ്ഥ.